ഹേ ഹോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളൊരു ലിപ് ബാമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ഫേസ് സ്കാനറിൻ്റെ നോർമൽ ലിപ് ബാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ആ റിവ്യൂ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മാർസിൻ്റെ കുച്ചിപ്പൊടി പറഞ്ഞൊരു ലിപ്സ്റ്റിക്ക് നല്ലൊരു സ്മൂത്ത് ആൻഡ് നല്ല അടിപൊളി ഒരു പെർഫെക്റ്റ് നോർമൽ വിയർ ലിപ്സ്റ്റിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ലിപ് ലൈനർ വാങ്ങിച്ചിട്ടുണ്ട്. മെറൂൺ 02 എന്നാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. രണ്ടും അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഹൈലൈറ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയും. യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഒരു അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്നത്തെ പോലെ എല്ലാവരും വാങ്ങിച്ചാൽ ഒരു ഐലൈനർ നോർമൽ. പിന്നെ അതാ ഒരു ഡോക്ടർ റഷീലിൻ്റെ ഒരു സൺസ്ക്രീൻ അലോവേര 100% പ്യുവർ നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നല്ല അടിപൊളിയാണ്. ഓൾ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. ഇവർ റെക്കമെൻഡ് ചെയ്തെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ലാണ് റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് വൺ ഈസ് ദ പെർഫെക്റ്റ് ലിപ്സ്റ്റിക്. ഇത് വന്നിട്ട് മെബ്ലൈൻ്റെ ന്യൂയോർക്ക് സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്ക് എന്നാണ് പറയുന്നത്. ഇത് ലിപ്പിയാണ് 10 ഷെയ്ഡ്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര ഒരു ഗ്ലോസിയാണ്. കുറച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഭയങ്കര ലോങ് ലാസ്റ്റിക്കാണ്. എന്ത് ചെയ്താലും പോകില്ല. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ മേടിച്ചു, അല്ലെങ്കിൽ അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണിത്. പിന്നെ ഒരു മിസ് ക്ലെയറിൻ്റെ ഒരു CC ക്രീം. ഈ ഒരു ക്രീം മേക്കപ്പ് ബേസും ഫൗണ്ടേഷനും സൺപ്രൊട്ടക്ഷനും ഉണ്ട് എന്നാണ് പറഞ്ഞത്. SPF 30 PA++. ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അത് ഓൾറെഡി അതിന് മുമ്പൊന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ഗൈസ്.